പ്രിയപ്പെട്ടവരെ, സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് തുടങ്ങിയവർ അഭിനയിച്ച ഐ നോബഡി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം ഗൗരവകരമായ ചില വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ, കാണികളുമായി സംവദിക്കാൻ ഒക്കെയുള്ള ചില ശ്രമങ്ങൾ നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഐ നോബഡി മുന്നോട്ട് വയ്ക്കുന്ന സീരിയസ് ആയിട്ടുള്ള ചില പ്രമേയങ്ങൾ? ഭരണകൂടവും പൗരനും തമ്മിലുള്ള ഒരു അധികാര സമവാക്യം, അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇംഗ്ലീഷ് പോയറ്റ് ആയിട്ടുള്ള W.H. ഓഡന്റെ ഒരു കവിതയുണ്ട്, ദി അൺനോൺ സിറ്റിസൺ. ആ കവിതയാണ് ഓർമ്മ വന്നത്. ആ കവിതയില് അതിന്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടത്തിന് മുന്നിൽ പൗരൻ എന്ന് പറയുന്ന ഒരു നമ്പറും ഡേറ്റയും മാത്രമാണ്, ഒരു നമ്പറാണ്, പൗരനില്ല. അപ്പൊ അതിലെ ഒരു വരിയാണ്, വാസ് ഹി ഫ്രീ, വാസ് ഹി ഹാപ്പി, ദ ക്വസ്റ്റ്യൻ ഈസ് അബ്സേർഡ് എന്ന ആ കവിതയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ സിനിമയിലെ നായകനും നമ്മുടെ പൃഥ്വിരാജിന്റെ കഥാപാത്രം ഇതേ അവസ്ഥയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോ അയാള് സിസ്റ്റത്തിന് മുന്നിൽ ഒരു നോബഡി ആയിട്ട്, ആരും അല്ലാത്തവനായിട്ട് മാറുന്നു. ഈ ഭരണകൂടം പൗരനെ സംരക്ഷിക്കേണ്ടതിന് പകരം പൗരന് ഒരു നമ്പറായി അല്ലെങ്കിൽ നോബഡി ആയി കാണുന്നു എന്നാണ് എനിക്ക് അതിന്റെ അടിസ്ഥാന തീമായിട്ട് തോന്നുന്നത്. ഹരിക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും അങ്ങനത്തെ ഒരു വായന വളരെ പോസിബിൾ ആണ്. നമുക്ക് ഈ സ്പോയിലർ അധികം പറയാനും പറ്റാത്തതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. എന്നാലും എനിക്ക് 2 സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അതിലൊന്ന് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തിട്ടുള്ള ലയേഴ്സ് ഡൈസ് എന്ന ചിത്രമുണ്ട്. ഒരു സാധാരണക്കാരനായ ഒരു നോർത്ത് ഇന്ത്യൻ തൊഴിലാളി, അയാൾക്ക് സംഭവിക്കുന്നത്, അയാളെ കാണാതാവുന്നത്, അയാളെ പറ്റിയുള്ള അന്വേഷണം, ഒരു സാധാരണ പൗരൻ എങ്ങനെയാണ് സ്റ്റേറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ചില സൂചനകൾ തന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. മറ്റൊരു സിനിമ ID എന്ന ചിത്രമാണ്. കമൽ KM സംവിധാനം ചെയ്ത്, എനിക്ക് തോന്നുന്നു IFFK അത് പ്രദർശിപ്പിക്കുകയും ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. IDയും ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ID, വ്യക്തിത്വം, ഐഡന്റിറ്റി, സ്റ്റേറ്റ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ചധികം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തൊരു സിനിമയായിരുന്നു. ഈ 2 ചിത്രങ്ങളും എന്റെ മനസ്സിലേക്ക് വന്നിരുന്നു ഐ നോബഡി കണ്ടപ്പോ. ഐ നോബഡി ഒരു നല്ല ചിത്രമാണോ? എന്താണ് തോന്നുന്നത്? ഐ നോബഡി മികച്ച ആശയങ്ങളുള്ള ഒരു സിനിമയായിരുന്നു. അതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം വളരെ മികച്ചതായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ചില കുറവുകൾ, അതായത് ഒരു ആശയം കൊണ്ട് മാത്രം സിനിമ നല്ലതാവില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഐ നോബഡി. മേക്കിങ്ങിൽ അവർ ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ സിനിമ ഒരു 2ാം പകുതിയൊക്കെ എത്തുമ്പോ എവിടെയോ ഒരു സ്ഥലത്ത് വഴിമുട്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതെ, ഈ സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു പവർഫുൾ ആയ ഒരു സ്റ്റേറ്റ് സിസ്റ്റം, ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് കാണിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് സംഭവിച്ച ഒരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നിയത്, ഏതോ ഒരു പോയിന്റിൽ ഈ നോബഡി ആയിട്ടുള്ള മനുഷ്യൻ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിത്രത്തിന്റെ കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. പ്രേക്ഷകർക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ നോബഡി ആണോ, അതോ കുറച്ച് വില്ലന്മാരെയൊക്കെ അടിച്ചിടുന്ന ഒരു സൂപ്പർ താരമാണോ? ഈ ഒരു കൺഫ്യൂഷനിലേക്ക് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അവിടെയാണ് സിനിമയുടെ ഒരു വലിയ പാളിച്ച സംഭവിച്ചതെന്ന്. പൃഥ്വിരാജിന്റെ മുൻകാല സിനിമകളിൽ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ സിസ്റ്റത്തിനെതിരെ പോരാടുന്ന ഒരു നായകനായിട്ട്, സൂപ്പർ നായകനായിട്ടൊക്കെ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളുണ്ട്. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത അർജുനൻ സാക്ഷി, അതുപോലെ ഡാർവിന്റെ പരിണാമം. ഈ സിനിമയിലൊക്കെ നായകന്റെ ഒരു ഹീറോയിസം ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോബഡിയുടെ ആദ്യ പകുതിയിൽ ഒരു ഹീറോയിസും ഇല്ലാതെ സാധാരണക്കാരനായിട്ട് കണ്ട്, രണ്ടാമത് ഹരി പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ കവർച്ച ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇതില് അതെല്ലാം നീഡായിട്ടൊക്കെ അല്ലേ, സമൂഹത്തെ സഹായിക്കാനൊക്കെ ആയിട്ട്. അതെ അതെ. പക്ഷെ ഈ നോബഡി ആദ്യ പകുതിയിൽ ഹീറോയിസത്തെ പൂർണ്ണമായും പൊളിച്ചെഴുതി നല്ലൊരു സോഷ്യൽ സെറ്റയർ ആക്കാമായിരുന്നു. ഈ ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് കാലത്ത് എങ്ങനെ മനുഷ്യൻ സിസ്റ്റത്തിനെതിരെ പോരാടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നല്ല സെറ്റയർ ആക്കാവുന്നത്. പക്ഷെ എവിടെയോ എത്തി അത് പാതി വന്ന ഒരു സംഭവമായിട്ട് മാറി. അതാണ് നമ്മൾ ബാലൻ പറഞ്ഞ സമയത്തും ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. 1ാം പകുതി അതിഗംഭീരമായിട്ട് പോവുകയും 2ാം പകുതിയിൽ ബാലൻ എവിടേക്കോ പാളിപ്പോയി നമുക്ക് തോന്നിയ സമയത്ത് ചിത്രം പക്ഷെ തിരിച്ചു വന്നു. അത് എഴുത്തിന്റെയും മേക്കിങ്ങിന്റെ ഒക്കെ ഒരു ഗുണമാണ്. ഇവിടെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 2ാം പകുതിയിൽ കൈവിട്ടു പോയത്
ഒരു കെട്ടുവിട്ട പട്ടം പോലെ എങ്ങോട്ടോ പാറിപ്പറന്ന് പോവുകയും നമുക്ക് ചിത്രവുമായിട്ട് തീരെ കണക്ട് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തു. അവിടെയാണ് ഐ നോബഡി പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ചിത്രത്തിലെ ഒരു പോസിറ്റീവായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യം നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മനുഷ്യന്റെ പൗരത്വം, വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഇന്ത്യയിൽ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഈ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് കേരളത്തിലെ ഈ ചില ഓൺലൈൻ ചാനലുകളെ അവര് സെറ്ററൈസ് ചെയ്ത രീതിയാണ്. പല നാടൻ മലയാളി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അതെ, അതെ. സംഗതി നമ്മൾ കണ്ടിരുന്നു. നമുക്കറിയാം ആ ഉന്നം ആരെയാണ് വയ്ക്കുന്നതെന്ന്. വളരെ കൃത്യമായ ഒരു വിമർശനമായിരുന്നു. ഈ സെൻസേഷണലൈസ് ചെയ്ത് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അത്തരം വളരെ മോശപ്പെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇത്തരം കുറച്ചധികം ചാനലുകൾ മലയാളത്തിലുണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള ആ ഒരു അവരുടെ ഉന്നം, ആ ഒരു അത് കൃത്യസ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. അത് മികച്ച ഒരു കാഴ്ചപ്പെടുത്തലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതെ, അതെ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു ജേർണലിസ്റ്റ് എത്തിക്സ് ഇല്ലാതെ ഈ വ്യൂസിന് വേണ്ടി എന്തും പറയാമെന്നുള്ള ആ ഒരു സംഗതി കൃത്യമായിട്ട് തന്നെ അവര് അതിനെ വിമർശിക്കുന്നുണ്ട്. മിക്ക സ്ഥലത്തും ഈ ചിത്രത്തിൽ ഒരുതരം ലേസി റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. എഴുത്തിൽ അത്ര കൃത്യത പാലിച്ചിട്ടില്ല. കാരണം ഇതിൽ വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ എന്നിട്ടും കുറെ അധികം വിടവുകൾ കാണാൻ പറ്റും. അതിലൊന്ന് ഞാനൊരു ഇൻസ്റ്റാ റീലിൽ കണ്ടതാണ്. ഞാൻ ആ പേര് മറന്നുപോയി. അതിലൊരാൾ പറയുന്നുണ്ട്, ഇതിൽ ജുഡീഷ്യറിയെ കുറിച്ചുള്ള പരാമർശമേ ഇല്ല. ഒരു വക്കീലിനെ പോലും കാണിക്കുന്നില്ല. ആലോചിച്ചപ്പോൾ സംഭവം സത്യമാണ്. ഇത്രയും ക്രൈമും പോലീസും അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ചിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കേസോ കോടതിയോ വക്കീലിനെയോ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം വിടവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഈ ചിത്രം സംസാരിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയത്തെ കുറിച്ചാണ്. എന്തൊക്കെയോ ചില രാഷ്ട്രീയ ചിന്തകൾ സംസാരിക്കാനുള്ള ശ്രമം നിസാം ബഷീർ നടത്തുന്നുണ്ട്. ആസിഫിന്റെ അഭിപ്രായത്തിൽ അത് സക്സസ്ഫുൾ ആയിരുന്നു? അങ്ങനെ ഒരു രാഷ്ട്രീയം ഈ ചിത്രത്തിലുണ്ടോ? സിനിമ ഒരു ഹരി പറഞ്ഞ പോലെ വലിയൊരു രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇത് ഒരു അപ്പൊളിറ്റിക്കൽ സിനിമയായിട്ട് മാറി. നേരത്തെ പറഞ്ഞ പോലെ ഈ ലെജിസ്ലേച്ചറിനെ എക്സിക്യൂട്ടീവിനെ മാത്രം കാണിച്ച് ജുഡീഷ്യറിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നീതി നടപ്പാക്കുന്ന കോടതിയെ കുറിച്ച് അല്ലെങ്കിൽ കോടതിയോ വക്കീലന്മാരോ ഇല്ല. പിന്നെ കേരള എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള കേരള പോലീസിനെ ഒന്നിനും കൊള്ളാത്തവരായിട്ടാണ്. കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ മികച്ച സിസ്റ്റമുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അവരെയൊക്കെ അതാണ് കേരള പോലീസിനെ ചില ഭാഗങ്ങളിലെങ്കിലും മനഃപൂർവ്വം താറടിച്ച് കാണിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് പോലും തോന്നുന്ന തരത്തിൽ ഭയങ്കര വിഡ്ഢികളായിട്ടാണ് പോലീസുകാരെ കാണിച്ചിട്ടുള്ളത്. അതെ, അതെ. ഇതിൽ അപ്പൊളിറ്റിക്കൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം ഫെയിലിയർ ആണ് അവര് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും ഞാൻ ബാലനിലേക്ക് പോവാണ്. ബാലനിലും നമ്മളിത് പറയുന്നുണ്ടായിരുന്നു. അതിലെ ആ അമ്മയുടെ കഥാപാത്രം ഒരിക്കൽ പോലും സിസ്റ്റത്തെ വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അമ്മയെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു നാടാണ് കേരളം. എന്നിട്ട് പോലും അവരതിനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് കഥാകൃത്തിന്റെ ചോയ്സ് ആയിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് അങ്ങ് ഒമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ രാഷ്ട്രീയവും അരാഷ്ട്രീയവും തമ്മിലുള്ള ആ ഒരു വിടവ് വളരെ നേർത്തതാണ്. നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അരാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി വേഴ്സസ് സിസ്റ്റം നമുക്ക് പെട്ടെന്ന് കാണിക്കാം. പക്ഷെ വ്യക്തി ഒരു മൊത്തം സിസ്റ്റത്തെ അങ്ങ് കൈപ്പിടിയിലാക്കുക, അതിനെ അട്ടിമറിക്കുക, അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മളൊരു വിജയ ചിത്രത്തിലേക്ക് പോയി കളയും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചിത്രം എവിടെയോ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ചിത്രത്തിന്റെ ദൈർഘ്യം അത് കുറയ്ക്കാമായിരുന്നു, എഡിറ്റിംഗ് ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഒരുപാട് ജാണർ മാറി മാറി വരുന്നതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ പോലും അതൊക്കെ അത് ശരിയായോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും എഴുത്തിലെ ആ ഒരു പോരായ്മയൊക്കെ മ്യൂസിക് ആണെന്ന് എലവേറ്റ് ചെയ്ത് നിർത്തുന്നത്. അതിന്റെ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സമീർ അബ്ദുള്ള ആണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ് പോലെയുള്ള എക്സ്പെരിമെന്റൽ കൈൻഡ് ഓഫ് എഴുത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമകളൊക്കെ വൻ ബോക്സ് ഓഫീസിൽ വിജയമായില്ലെങ്കിൽ പോലും ഒരു എക്സ്പെരിമെന്റൽ ഫിലിംസ് എന്ന രീതിയിൽ ആ രണ്ട് സിനിമകളും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. ചിത്രത്തിന്റെ കാസ്റ്റിങ്ങും എടുത്തു പറയേണ്ടതാണ്. അതിൽ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഉദാഹരണത്തിന് അശോകൻ ചെയ്ത കഥാപാത്രം ഹക്കീം ഷായുടെ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഹക്കീം ഷാ നല്ല നടനാണ്. പാർവതിയുടെ ഒരു പൊട്ടൻഷ്യൽ വേണ്ട രീതിയിൽ അങ്ങ് ഉപയോഗിച്ചതായിട്ട് തോന്നിയില്ല. പൃഥ്വിരാജിന് അങ്ങനെ വളരെ ചാലഞ്ചിങ് ആയ കഥാപാത്രമൊന്നും ആയിരുന്നില്ല, അതിന് മാത്രം ചെയ്യാനില്ല. പക്ഷെ എന്നാൽ പോലും പൃഥ്വിരാജ് ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് എന്താണോ സംവിധായകൻ ഉദ്ദേശിച്ചത് അത് തന്നിട്ടുണ്ട്. ഐ നോബഡി ഒരു മോശം ചിത്രമല്ല, ഒരു ശ്രമം തന്നെയാണ്. പക്ഷെ
റൊഷാർക്കിന്റെ സംവിധായകനിൽ നിന്ന് മലയാളികൾ കുറച്ചധികം പ്രതീക്ഷിച്ചു. ടെക്നിക്കലി ചിത്രം നല്ല നിലവാരം പുലർത്തുമ്പോഴും എഴുത്തിൽ വന്ന ചില പാളിച്ചകളും ഫോക്കസ് എവിടേക്കോ നഷ്ടമായതും ചിത്രത്തെ ഒരു നല്ല ചിത്രമാവുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആ ചിത്രം കാണാത്തവർ ചിത്രം കാണുക. സിനിമാ നോട്ടം എന്ന ചാനൽ ഒരിക്കലും ഒരു സിനിമയെ മോശമാണ് കാണരുത് എന്ന് നിങ്ങളോട് പറയില്ല. എല്ലാ സിനിമയും നമ്മൾ കാണണം. കണ്ടതിന് ശേഷം നല്ലതാണോ മോശമാണോ എന്ന് സ്വയം തീരുമാനിക്കാം. ഒരു സിനിമയും കാണരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയല്ലേ? അതെ അതെ തീർച്ചയായും. ഈ ചിത്രം എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് വിലപ്പെട്ടതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.